ബജറ്റിലെ നികുതി വർധനവിനെതിരെ UDF ആഹ്വാനം ചെയ്ത രാപ്പകൽ സമരം ആരംഭിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കോഴിക്കോട് നിർവഹിക്കും. സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം UDF കൺവീനർ MM ഹസൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റ് ജില്ലകളിൽ കലക്ടറേറ്റിന് മുന്നിലുമാണ് സമരം. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും കൊച്ചിയിൽ നിന്ന് ഡാനി പോളും കോഴിക്കോട് നിന്ന് വിനേഷും കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്തും ചേരുന്നുണ്ട്. ആദ്യം ഡാൻ കുര്യനിലേക്ക്. ഡാൻ, MM ഹസനാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. എപ്പോഴാണ് ആരംഭിക്കുക? വിവരങ്ങൾ. 4 മണിക്ക് തുടങ്ങുന്നതായിരുന്നു പറഞ്ഞിരുന്നെങ്കിലും അല്പം കൂടി വൈകിയിരിക്കുന്നു. ഏതായാലും MM ഹസൻ UDF കൺവീനർ MM ഹസൻ അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ഈ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം പ്രവർത്തകരുടെ അല്ലെങ്കിൽ കക്ഷി നേതാക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിവിധ പ്രതിനിധികൾ ഈ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നാളെ രാവിലെ വരെ ഈ പ്രതിഷേധം സെക്രട്ടേറിയറ്റ് പടിക്കൽ സമാനമായ രീതിയിൽ തുടരും. രാവിലെ 11 മണിക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനായിരിക്കും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും പ്രവർത്തകരുടെ വലിയൊരു ബാഹുല്യങ്ങളുടെ തിരക്ക് ഏറിയിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ഈ സമരത്തിൽ. അതായത് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ നിരവധി പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ഈ രാപ്പകൽ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഏറെ പണിപ്പെട്ടാണ് വാഹനങ്ങൾ മറ്റൊരു വഴിയായി മറുവശങ്ങളിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം MM ഹസൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശരി, ഡാൻ കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, കൊച്ചിയിൽ എങ്ങനെയാണ് ഈ രാപ്പകൽ സമരം തീരുമാനിച്ചിരിക്കുന്നത്? വിജയത്തിലെത്തിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇന്ന് രാത്രിയും നാളെയും ഈ പരിപാടികൾ അവസാനിക്കുന്നത് വരെ അധർമ്മകാരികളായ അധികാരികളായ വിവരങ്ങൾ. ധന്യ, UDFന്റെ രാപ്പകൽ സമരം എറണാകുളത്ത് പുരോഗമിക്കുകയാണ്. എറണാകുളത്ത് ഇപ്പോൾ ഉദ്ഘാടനം നടക്കുകയാണ്. UDF നേതാവ് CP ജോൺ ആണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. ഇതിൽ ജില്ലയിലെ UDF നേതാക്കൾ, പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ MLA-മാർ, ജില്ലയിൽ നിന്നുള്ള UDFന്റെ MLA-മാരടക്കം ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തവും ശ്രദ്ധേയമാണ്. പ്രധാനമായും തന്നെ ഇപ്പോൾ CP ജോൺ സംസാരിക്കുന്നത് ഈ നികുതിയുടെ പേരിൽ കൂടുതൽ വരുന്ന അധിക ബാധ്യത, ജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ദുരിതവും പ്രശ്നങ്ങളും എല്ലാമാണ് പ്രധാനമായും തന്നെ നേരത്തെ സംസാരിച്ചു ഇപ്പോൾ സംസാരിക്കുന്നതുമായ നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നാളെ വരെയാണ് ഇത് രാപ്പകൽ സമരം നീണ്ടു നിൽക്കുക. പ്രവർത്തകരുടെ ഒരു വലിയ പങ്കാളിത്തം എറണാകുളം കളക്ടറേറ്റ്, കാക്കനാട് കളക്ടറേറ്റിന് സമീപമാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രവർത്തകരുടെ പങ്കാളിത്തം ശ്രദ്ധേയമാണ്. പ്രമുഖ നേതാക്കളെല്ലാവരും തന്നെ ഇന്ന് ഇതിൽ പങ്കെടുക്കുമെന്നാണ് അറിയിക്കുന്നത്. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, അതോടൊപ്പം മറ്റ് ജില്ലാ ഭാരവാഹികളെല്ലാവരും തന്നെ ഇതിൽ പങ്കെടുക്കുകയാണ്. നന്ദി.